പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ്. പരിശുദ്ധ അമ്മയുണ്ടല്ലോ, നോക്കിയേ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ നാം കാണുന്നത് സ്നേഹന്മാരെല്ലാം ഇങ്ങനെ ചേർത്ത് നിർത്തി അമ്മ പ്രാർത്ഥിക്കുക. അവിടെ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, അമ്മ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്: നിങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ, അതായത് സഹോദര ബന്ധങ്ങളിൽ, അയൽപക്ക ബന്ധങ്ങളിൽ, കൂട്ടായ്മകളിൽ വിള്ളലുകളുണ്ടെങ്കിൽ, അസ്വസ്ഥതകളുണ്ടെങ്കിൽ, കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷമേ ഈ ശുശ്രൂഷയിൽ നമ്മൾ മുന്നേറാൻ പാടുള്ളൂ. അമ്മ നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാനും ആഗ്രഹിക്കുമ്പോൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: സഹോദരനുമായി സ്നേഹത്തിലായിരിക്കണം, രമ്യതയിലായിരിക്കണം. എല്ലാവരും ഒരുമിച്ച്, വിവിധ സ്വഭാവങ്ങളുള്ളവരെ ഒരുമിച്ച് ചേർത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് അമ്മ ഒരുക്കുമ്പോൾ അമ്മ നമ്മളോട് പറയുകയാണ്, ഇതാ സഹോദരങ്ങൾ തമ്മിൽ ഏതെങ്കിലും അസ്വസ്ഥതകൾ, നിന്റെ ബന്ധങ്ങളുടെ മേഖലയിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ, അത് കുടുംബ ബന്ധങ്ങളിലാകാം, അയൽപക്ക ബന്ധങ്ങളിലാകാം, ജോലി മേഖലകളിലാകാം, കണ്ടുമുട്ടുന്ന വ്യക്തികളിലാകാം, നീയുമായിട്ട് ബന്ധപ്പെട്ട സഹോദര ബന്ധങ്ങളുടെ മേഖലയിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിക്കണം. ഇതാ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാം തിരുവചനം: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. അത് തന്നെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ കാഴ്ചവസ്തു അവിടെ വെച്ച് തിരികെ പോയി സഹോദരനുമായിട്ട് രമ്യതപ്പെടുക. രമ്യതയിലായതിനു ശേഷം, കൂട്ടായ്മയിലായതിനു ശേഷം, പ്രിയമുള്ളവർ, അതല്ലേ കർത്താവ് പറയുന്നത്: 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ, ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഒരുമയുള്ള ഇടങ്ങളിൽ, സ്നേഹമുള്ള ഇടങ്ങളിൽ യേശു സാന്നിധ്യമുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മളായിരിക്കുന്ന ജീവിത മേഖലകളിൽ ഈ ദൈവ സാന്നിധ്യം കടന്നു വരണമെങ്കിൽ ഒരുമയുണ്ടാകണം, കൂട്ടായ്മയുണ്ടാകണം. നമ്മുടെ ബന്ധങ്ങളെ സമർപ്പിക്കാം. സ്നേഹത്തിൽ, ഒരുമയിൽ, കൂട്ടായ്മയിൽ മുന്നേറുവാൻ ദൈവമേ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈ നിയോഗത്തെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് വിള്ളലുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിച്ച് ദിവികാരുടെ സന്നിധിയിൽ നമുക്കൊരുമയോടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരമകാരുണികനായ ദിവികാരുണ്യേശ്വരനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കരങ്ങൾ കൂപ്പി ഭക്തിയോടെ പുനതമ്പുരാനെ നമുക്കൊന്ന് ആരാധിക്കാം. ഈശോയെ, ഈ പ്രഭാതത്തിൽ നിൻ്റെ സന്നിധിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിൻ്റെ പ്രിയ മക്കളുടെ മേൽ നിൻ്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ. ദിവികാരുണ്യ ഈശോയെ, നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കണമേ. വളരെ പ്രത്യേകമായിട്ട് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ സഹോദര ബന്ധങ്ങളുടെ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയല്ലോ കർത്താവേ, സഹോദരങ്ങളോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുന്നവന് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദിവികാരുണ്യ ഈശോയെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ലെന്ന് അരുളി ചെയ്ത ദൈവമേ, നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ബന്ധങ്ങളിലുള്ള എല്ലാ വിള്ളലുകളും എടുത്തു മാറ്റുവാൻ കൃപയരുളണമേ. ഇത് കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കിക്കേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ, സഹോദര ബന്ധങ്ങളിൽ, അയൽപക്ക ബന്ധങ്ങളിൽ, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, കണ്ടുമുട്ടുന്ന വ്യക്തികളുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഏതെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ ഈശോയെ സമർപ്പിക്കുകയാണ്. കുറവുകളെ സദാ പരിഹരിക്കുന്ന ഈശോയെ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, വീഴ്ചകളുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ, പോരായ്മകൾ വരുമ്പോൾ ഒന്നും സാരമില്ലെന്ന് പറയുവാൻ, കർത്താവേ, ദിവികാരുണ്യ ഈശോയെ, ശത്രുക്കളെ പോലും ക്ഷമിച്ച് സ്നേഹിച്ച നല്ല ദൈവമേ,
ഈ വലിയൊരു കൃപയും അഭിഷേകവും നൽകണമേ. അതുവഴി ഞങ്ങളിലുള്ള ഒരു ഭാരം, പ്രിയമുള്ളവർ ഓർക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ നമ്മളിലുള്ള ഒരു ഭാരം, ഒരു പ്രയാസം, അസ്വസ്ഥത നമുക്ക് മാറുന്ന ഒരു അനുഭവം ദർശിക്കുവാനായിട്ട് സാധിക്കും. കരങ്ങൾ കൂപ്പി ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക്, ഈശോയെ, ഈ ഒരു മേഖലയെ, സഹോദര സ്നേഹത്തിൻ്റെ മേഖലയിൽ വന്നുപോയ വിള്ളലുകളെ പരിഹരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, യാചനകളെ എല്ലാം തമ്പുരാൻ്റെ തിരുവൾത്താരയിലേക്ക് ഏറ്റവും ഭക്തിയോടെ നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അവരുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ, ആശീർവദിക്കണമേ. ഭക്തിയോടെ കരങ്ങൾ കൂപ്പി ദിവികാരുണ്യ സന്നിധിയിൽ മുട്ടിന്മേലായിരുന്ന ഈശോയുടെ കൃപയൂറുന്ന ആശീർവാദം നമുക്ക് ഭക്തിയോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.